ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ ഓരോ പ്രവൃത്തികളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവം നിങ്ങളെ വഴികാട്ടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുവചനത്തിൻ്റെ ശക്തിയാലെ നമ്മുടെ സംശയങ്ങളെയും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ തടസ്സങ്ങളും മാറിപ്പോകും. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ശക്തിയുടെ ഉറവിടമായ ദൈവം ഈ സമയം നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് മന്ത്രിക്കുന്നു. ഈ ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവിടുന്ന് നമ്മെ കേൾക്കുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്ന നിമിഷമാണ് പ്രാർത്ഥനയുടെ ഈ സമയം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഏത് കാര്യങ്ങൾക്കും മറുപടി ലഭിക്കാൻ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. അതിനാൽ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയും നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള ഏറ്റവും വലിയ കാര്യമാണ് പ്രാർത്ഥന. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. നിയോഗങ്ങളെ സമർപ്പിച്ച് ഇന്നത്തെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 25 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങയ്ക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ആവശ്യങ്ങളും, യാത്രകളും, എല്ലാ ഇടപാടുകളും, സാമ്പത്തിക ഇടപാടുകൾ, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകൾ, ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ അത്ഭുതകരമായ കരം ഇന്ന് ഞങ്ങൾക്ക് അഭയം നൽകണമേ. ഇന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നത് പൂർണ്ണമായും നിന്നിലാണ്. ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ സംശയങ്ങളെ ദൂരീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സംശയങ്ങളിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ. ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്ത് തീരുമാനങ്ങൾ എടുക്കണം, ഞങ്ങളുടെ ജോലിയിൽ ഏറ്റവും പ്രഗത്ഭത കാണിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവേ, കൂടുതൽ മികവോടുകൂടി ജോലി ചെയ്യുന്നതിനും കൂടുതൽ മികവോടുകൂടി ജ്ഞാനപരമായി സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇന്ന് നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, തെറ്റുകൂടാതെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഇന്ന് നീ ഞങ്ങളോട് കൂടെയുണ്ടാകണമേ. നിൻ്റെ വിജ്ഞാനവും വിവേകവും ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടത്. ദൈവമേ,
ഞങ്ങളുടെ ചില തീരുമാനങ്ങൾ ഞങ്ങൾക്കെടുക്കാൻ സാധിക്കാതെ ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ വഴി നടത്തണമേ. നിന്നിൽ പൂർണ്ണമായും ഞങ്ങളുടെ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഇഷ്ടങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ലജ്ജിക്കാൻ ഇടവരുത്തുകയില്ല എന്ന് അങ്ങ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവമേ, നിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഇടപാടുകളിൽ ഞങ്ങൾക്ക് വിജയം തരണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ മാർഗങ്ങൾ നീതിയുള്ളവയാക്കി തീർക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവമേ, എല്ലാ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ വാക്കുകളെ നീ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ശത്രുക്കളെ സ്നേഹിക്കുന്നതിനും ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളോടും സ്നേഹത്തോടെ സംസാരിക്കുന്നതിന്, ബഹുമാനത്തോടെ സംസാരിക്കുന്നതിന് നീ ഞങ്ങളെ വഴി നടത്തണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കാണാൻ വരുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കാണുന്നവരെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടായി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ രോഗികളായവർക്ക് സൗഖ്യവും ശക്തിയും വിടുതലും നൽകി കർത്താവേ, ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് പ്രത്യേകമായി ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ കാണണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ദൈവാനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ, നമ്മെ വഴി നടത്തട്ടെ. എല്ലാം കൊണ്ടും ഇന്ന് നല്ലൊരു ദിവസമാകാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.